ഞാൻ ഇന്നൊരു വെറൈറ്റി പൈനാപ്പിൾ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ട് വന്നിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ പൊള്ളിയാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ, എക്സ്ട്രാ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ആണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിളിന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ക്യാരറ്റ്. അപ്പൊ ക്യാരറ്റ് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഞാൻ വേവിച്ചെടുത്താണ്ട് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ, വെള്ളത്തിലോ ആവിയിലോ എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കുക. എന്നിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ഏലക്കായ ആണ്. അപ്പൊ ഏലക്കായ ഇഷ്ടമുള്ളവർ ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി. അഥവാ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. മധുരം കുറവാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം പൈനാപ്പിളിൻ്റെ ആ ഒരു ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ സാധാരണ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ ഇതാവുമ്പോൾ ഒരുപാട് ലൂസാക്കുന്നില്ല. നമ്മൾ ക്യാരറ്റും കൂടി ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കൂടി നമ്മൾ മിക്സിയിൽ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം, അല്ലാതെ വെള്ളം ചേർത്തിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അരിച്ചെടുത്താൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കിട്ടില്ലായിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ജ്യൂസ് ഇവിടെ ഫുള്ള് സെറ്റായി, ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഒരുപാട് ലൂസ് അല്ല. ഇങ്ങനെ കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നല്ല തണുപ്പിച്ചിട്ട് കുടിക്കുക. സെർവ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.